മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജോജു ജോർജ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ഇപ്പോഴിതാ നടന് സിനിമാ ചിത്രീകരണത്തിനിടെ പരിക്കേറ്റുവെന്നുള്ള വാർത്തകളാണ് പുറത്തെത്തുന്നത്. കമൽഹാസൻ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്യുന്ന തഗ് ലൈഫിൻ്റെ ഷൂട്ടിനിടെയാണ് അപകടമുണ്ടായത്. ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്നതിനിടെ വീണ് പരിക്കേൽക്കുകയായിരുന്നു. ജോജുവിൻ്റെ ഇടത് കാൽപദത്തിൻ്റെ എല്ലിന് പൊട്ടലുണ്ട്. പരിക്കേറ്റതിനെ തുടർന്ന് രാത്രിയിൽ തന്നെ താരം കൊച്ചിയിലേക്ക് തിരിച്ചെത്തി. അപകട സമയത്ത് നടൻ കമൽഹാസനും നസീറും ജോജുവിനൊപ്പം ഉണ്ടായിരുന്നു. ഇവർക്കൊപ്പം പറന്നിറങ്ങിയ ഹെലികോപ്റ്ററിൽ നിന്ന് ജോജു ചാടിയപ്പോഴാണ് അപകടമുണ്ടായത്. പോണ്ടിച്ചേരിയിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. ഇന്നലെ രാത്രി ജോജു കൊച്ചിയിലേക്ക് തിരിച്ചെത്തി. മലയാളി താരം ഐശ്വര്യ ലക്ഷ്മിയും തഗ് ലൈഫിൻ്റെ ഭാഗമാണ്. രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ, റെഡ് ജെയിൻ മൂവീസും ചേർന്നാണ് തഗ് ലൈഫ് നിർമ്മിക്കുന്നത്. 3.5 പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കമൽഹാസൻ മണിരത്നം കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രമാണ് തഗ് ലൈഫ്. രംഗരായ ശക്തിവേൽ നായ്ക്കർ എന്ന കഥാപാത്രമാണ് ചിത്രത്തിൽ കമൽഹാസൻ എത്തുന്നത്. അതിഗംഭീരമായ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമായ ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോയിൽ കൂടിയാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രേക്ഷകരിൽ എത്തുന്നത്. ജാപ്പനീസ് ആയോധന കലകളിൽ അഗ്രഗണ്യനായ ഗ്യാങ്സ്റ്ററായാകും ചിത്രത്തിൽ കമൽഹാസൻ എത്തുന്നതെന്നാണ് വിവരം. അതേസമയം ചിത്രം നായകന്റെ സ്വീക്കലാണോ എന്ന ചോദ്യവും ഇതിനോടകം ശക്തമാണ്. 1987 പുറത്തിറങ്ങിയ ക്ലാസിക് ചിത്രമായിരുന്നു നായകൻ. വേൽ നായ്ക്കർ എന്ന കഥാപാത്രമായാണ് കമൽഹാസൻ ഈ ചിത്രത്തിൽ എത്തിയത്. സിനിമയുടെ ക്ലൈമാക്സിൽ വരുന്ന വേലു നായ്ക്കരുടെ കൊച്ചുമകന്റെ പേരും ശക്തിവേൽ എന്നാണ്. അതാണ് പ്രേക്ഷകരിൽ സംശയത്തിനിടയാക്കിയത്. കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തറിഞ്ഞിട്ടില്ല. മണിരത്നത്തിനോടൊപ്പം പ്രഗത്ഭരായ ടീമാണ് ചിത്രത്തിൽ പ്രവർത്തിക്കുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം കമൽഹാസനും മണിരത്നവും AR റഹ്മാനും വീണ്ടും കൈകോർക്കുമെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്.